പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യം വിലയിരുത്താൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സ്വതന്ത്ര സഞ്ചാരവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന്റെ പ്രാധാന്യം ചർച്ച ചെയ്തെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അർജുൻ, നിലവിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? വർഷ ആൻഡ് അനൂപ്, ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ മേഖലയിലുള്ള രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം വീണ്ടും ഊട്ടിയുറപ്പിക്കുക, ഇന്ത്യയുടെ പ്രാധാന്യങ്ങൾ, ഇന്ത്യയുടെ മുൻഗണനകൾ അത് അറിയിക്കുക എന്നുള്ള കാര്യം മാത്രമല്ല, ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക, ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഈ മേഖലയിലെ രാജ്യങ്ങളുടെ നേതാക്കളുമായിട്ടെല്ലാം തന്നെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോൺ വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. 15 മിനിറ്റ് നേരത്തിലധികം ഈ സംഭാഷണം നീണ്ടു നിന്നിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഈ ഇപ്പോഴത്തെ സാഹചര്യം, പശ്ചിമേഷ്യൻ സാഹചര്യം വിലയിരുത്തുകയാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഇരു രാജ്യങ്ങളും ഒരുപോലെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ് ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണം, മാത്രമല്ല അവിടെ സുരക്ഷ കൂടി ഉറപ്പാക്കണമെന്ന കാര്യം. അതിനുവേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാം, ഒന്നിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം തന്നെയാണ് ഇരു നേതാക്കളും പരസ്പരം സംസാരിച്ചത്. മാത്രമല്ല ഈ മേഖലയിലെ പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി സഹകരണം ഉറപ്പാക്കാം, ആ സഹകരണം വർദ്ധിപ്പിച്ചു കൊണ്ടുപോകാം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇരുവരും ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത് എന്നുള്ള കാര്യം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത്. അനൂപ്, വർഷ. പശ്ചിമേഷ്യൻ സാഹചര്യം നിലവിൽ സമാധാനത്തിലേക്ക് കടക്കാൻ കൃത്യമായ രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാമെന്നാണ് ഈ ഒരു ഫോൺ സംഭാഷണത്തിലൂടെ വ്യക്തമായത്, അല്ലേ? അതെ, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.